നമസ്കാരം. 2026 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. കേരളം പിടിക്കാനുള്ള തന്ത്രങ്ങൾ ഇപ്പോൾ തന്നെ അവർ ആവിഷ്കരിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഇന്നലെ കൊച്ചിയിൽ ബി.ജെ.പി. നേതാക്കളുടെ സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെയും മുൻ കേന്ദ്രമന്ത്രി മുരളീധരൻ ഉൾപ്പെടെയുള്ള ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കൾ യോഗം ചേർന്നത്. 2019 വരെ കേരളത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് അവർക്കൊരു ബാലികേറ മലയായിരുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. ഒരിടത്ത് പോലും ബി.ജെ.പിക്ക് രണ്ടാം സ്ഥാനത്തെത്താൻ കഴിയുമായിരുന്നില്ല. അത് മാത്രമല്ല, അവർക്ക് വിജയം നേടാനും കഴിയുമായിരുന്നില്ല. പക്ഷെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ആ ഒരു കാര്യത്തിൽ വ്യക്തത വന്നു. കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു മാറ്റം അനിവാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാകാം കേരളത്തിലെ ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വൻ വോട്ടുകൾ നൽകിയതും ബി.ജെ.പി. മിക്കയിടങ്ങളിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കാനും അവർക്ക് നല്ലൊരു വോട്ട് നേട്ടം അല്ലെങ്കിൽ വിജയ ശതമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നതിൽ വ്യക്തമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ കാലാവധി അവസാനിക്കുകയാണ്. എന്നാൽ നദ്ദയ്ക്ക് ജനുവരി വരെ കാലാവധി നീട്ടി നൽകുമെന്നാണ് ബി.ജെ.പി. കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായാൽ കേരളത്തിലടക്കം ബി.ജെ.പിയുടെ കേന്ദ്ര ഇടപെടലുകൾ സജീവമാകും. ഈ സംഘടനയിൽ അഴിച്ചുപണി കഴിഞ്ഞാലുടൻ ഓരോ സീറ്റിലും മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികൾ അന്തിമ തീരുമാനമെടുക്കും. കേരള നിയമസഭയിൽ കരുത്ത് കാട്ടുകയാണ് ബി.ജെ.പിയുടെ നിലവിലത്തെ ലക്ഷ്യം. തൃശൂർ ലോക്സഭയിൽ സുരേഷ് ഗോപി ജയിച്ചതും തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരൻ എത്തിയതും ഇതോടെ ജയിക്കാൻ കഴിയുന്ന പാർട്ടിയായി കേരളത്തിലും ബി.ജെ.പി. മാറിയെന്നാണ് കേരള ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. അവർ വിലയിരുത്തുന്നതും ഇതേ രീതിയിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. ഇപ്പോൾ ഒന്നാമതാണ് എത്തി നിൽക്കുന്നത്. ഇതോടൊപ്പം രണ്ടാമത് എത്തിയ മണ്ഡലങ്ങളിലും ബി.ജെ.പി. കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. വലിയ തോതിൽ വോട്ട് ഉയർത്തിയ മണ്ഡലങ്ങളിലും ബി.ജെ.പി. നേരത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തിയ 60 നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വിപുലമായ പ്രവർത്തനം നടത്താനാണ് ബി.ജെ.പിയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ബി.ജെ.പിയുടെ വിശാല നേതൃത്വ യോഗം ജൂലൈ 9 തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. ദേശീയ അധ്യക്ഷനുമായ ജെ.പി. നദ്ദയുടെയാണ് യോഗത്തിൽ പങ്കെടുക്കുക. ഈ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ആണ് ഉടൻ കൈക്കൊള്ളാൻ പോകുന്നത്. CPM-ന്റെ അക്രമ രാഷ്ട്രീയം ബി.ജെ.പി. ചർച്ചയാക്കുന്നുണ്ട്. ഇതോടൊപ്പം കരുവന്നൂർ അടക്കമുള്ള വിവാദങ്ങളിൽ കേന്ദ്ര ഏജൻസിയുടെ നിർണായക ഇടപെടലുകളും നടപടികളും തുടങ്ങുന്നുണ്ട്. CPM-ന്റെ അടിസ്ഥാന വോട്ടുകൾ ബി.ജെ.പിയിൽ എത്തുന്ന സാഹചര്യം പരമാവധി മുതലെടുക്കാനാണ് ബി.ജെ.പിയുടെ നിലവിലത്തെ നീക്കം. സുരേഷ് ഗോപിയുടെ ജനകീയമായ പരമാവധി മികച്ച രീതിയിൽ കേരളത്തിൽ പല ജില്ലകളിലും ഉപയോഗിക്കാനാണ് ബി.ജെ.പി. ഇപ്പോൾ നീക്കം നടത്തുന്നത്. കേരളവും അനുകൂലമായി പാകപ്പെട്ട് കഴിഞ്ഞുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് സംസ്ഥാനത്തുണ്ടായ വലിയൊരു മുന്നേറ്റവും വലിയൊരു വിജയവും വലിയ മാറ്റവും എന്നതിൽ നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാം. ഒരു സീറ്റിൽ ജയിക്കുക, ഒന്നിലധികം സീറ്റുകളിൽ വിജയത്തിന്റെ തൊട്ടരികിലേക്ക് എത്തുക, 20% വോട്ട് വർദ്ധിക്കുക തുടങ്ങിയ കേരളത്തിൽ ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു ഘടകമായി അല്ലെങ്കിൽ അനുകൂലമായ ഒരു ഫാക്ടറായി തന്നെ ബി.ജെ.പി. കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വ്യക്തമാണ്. ടി.പി. ചന്ദ്രശേഖരൻ നായരുടെ കൊലപാതകം അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തുമെന്നായപ്പോഴാണ് CPM-ഉം കോൺഗ്രസും ചേർന്ന് കേസ് ഒതുക്കി തീർക്കുക എന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. കെ രമ MLA ആയെങ്കിലും ചന്ദ്രശേഖരന് ഇതുവരെയായിട്ട് നീതി കിട്ടിയിട്ടില്ല. ചന്ദ്രശേഖരന്റെ വിധി മറ്റാർക്കും വരാതെ സംരക്ഷിക്കുമെന്ന് കോൺഗ്രസ് പറയുന്നത് വെറും തട്ടിപ്പാണ്. വെള്ളാപ്പള്ളി നടേശനടക്കം CPM ഭീഷണി നേടുന്നവരെ സംരക്ഷിക്കുമെന്നും അവർക്കൊപ്പം നിൽക്കുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടി പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ വിജയമാണ് തൃശൂരിൽ ഉണ്ടായതെന്ന് കേന്ദ്ര ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി. കേരളത്തിൽ പാർട്ടിക്കുണ്ടായ വലിയ മുന്നേറ്റമാണ് തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാൻ കാരണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ, ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി വകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കി. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഉണ്ടായ വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രകടനം വലിയ തോതിൽ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് പോയി എന്നത് വ്യക്തമാണ്. ഇടതുപക്ഷത്തിലെ നേതാക്കൾക്ക് പോലും ഇടതുപക്ഷം മടുത്തു തുടങ്ങി എന്നത് വ്യക്തമാണ്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും കൂടുതൽ നേതാക്കൾ ബി.ജെ.പിയിലേക്ക് എത്തി അംഗത്വം സ്വീകരിക്കാനുള്ള നടപടി നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇടതുപക്ഷം. CPM-ന്റെ കേന്ദ്ര നേതൃത്വം സീതാറാം യെച്ചൂരിയും CPM ഉൾപ്പെടെ പിണറായി വിജയനെയും പാർട്ടിയെയും കുറ്റം പറയുകയും ഓരോന്ന് എണ്ണി കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അണികൾ വരെ ഇപ്പോൾ വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ് പാർട്ടിയിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും പാർട്ടിയിൽ നിന്നും ഒരു കൊഴിഞ്ഞുപോക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതലായിട്ട് നേരെ ബി.ജെ.പിയിലേക്ക് പാർട്ടിക്കാർ, മറ്റു പാർട്ടിയിലുള്ള പ്രവർത്തകർ എത്തിച്ചേരാനുള്ള സാഹചര്യം നമുക്ക് ഒരു കാരണവശാലും തള്ളിക്കളയാനാകില്ല എന്നത് വ്യക്തമാണ്.